എൻ്റെ പേര് റോഷ്നി. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, എനിക്കൊരു 11 വയസ്സായ മകനുണ്ടായിരുന്നു. അവന് ജനിതക രോഗമായിരുന്നു. അവൻ മരണപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ ഭർത്താവിൻ്റെ കൂടെ ഗൾഫിൽ പോവുകയായിരുന്നു. അവിടെ നിന്ന് റൂമിൽ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് മാതാവിൻ്റെ യൂട്യൂബിൽ ഓരോ സാക്ഷ്യങ്ങൾ കേട്ടു. ആ സാക്ഷ്യങ്ങൾ കേട്ടാണ് ഞാൻ മാതാവിനെ കൂടുതൽ അറിഞ്ഞത്. ഞാൻ കൂടുതൽ അറിഞ്ഞതിന് ശേഷം എനിക്ക് മാതാവിൻ്റെ ഒരു പടം വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അക്കൗണ്ടിൻ്റെ ഫോണിൽ ഞാൻ മാതാവിൻ്റെ ഒരു ചിത്രം ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് വരുമ്പോൾ അതൊന്ന് കൊടുത്തയക്കണമെന്ന്. അങ്ങനെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു 2 തിരിയും കൊണ്ട് തരണം. അങ്ങനെ അദ്ദേഹം നീലത്തിരിയും പച്ചത്തിരിയും കൊണ്ട് തന്നു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കൊരു പ്രാർത്ഥന അറിയില്ലായിരുന്നു. ആകെ വിഷമത്തിലായിരിക്കുന്ന ഞാൻ ദിവസവും കരച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ ഹിന്ദുവാണ്. ഞാൻ അങ്ങനെ മാതാവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടുത്തെ 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ മാതാവിൻ്റെ ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ മാതാവിനോട് ചോദിക്കും, മാതാവേ എനക്കൊരു കുഞ്ഞിനെ തന്നൂടെ, എൻ്റെ മോനെ കൊണ്ടുപോയി, ഞാൻ ഒറ്റയാളല്ലേ, എനിക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, എൻ്റെ ജീവൻ എടുക്കേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദിവസവും, എനിക്കൊരു പ്രാർത്ഥന അറിയില്ലായിരുന്നു. എൻ്റെ തൊട്ടടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു, അവർ ക്രിസ്ത്യാനായിരുന്നു. ഞാൻ അവളോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ പ്രാർത്ഥനയെല്ലാം ചെയ്യേണ്ടത്, എല്ലാവർക്കും ഇങ്ങനെ സാക്ഷ്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ, സാധിക്കുന്നുണ്ടല്ലോ. അവൾ പറഞ്ഞു, അവൾ എനിക്ക് കൊന്ത ചൊല്ലാൻ പഠിപ്പിച്ചു തന്നു. വിശ്വാസ പ്രമാണമെല്ലാം ഞാൻ എഴുതി പഠിച്ചു. എല്ലാ കൊന്ത ചൊല്ലാനും എല്ലാം ഞാൻ എഴുതി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എല്ലാ പ്രാർത്ഥനയും ചൊല്ലാനും എഴുതാനും എഴുതി പഠിച്ചു. ഞാൻ അങ്ങനെ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും മാതാവിനോട് പറയും, ഞാൻ അങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. 22/2/2023 ഞാൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അങ്ങനെ ഞാൻ മാതാവിനോട് ഒറ്റ കാര്യം എഴുതിയിട്ടുള്ളൂ. അതിൽ 6 കാര്യം എഴുതാം, പക്ഷെ എനിക്ക് ഒറ്റ കാര്യം വേണ്ടു, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ എൻ്റെ ജീവനങ്ങ് എടുക്കണം. അങ്ങനെ ഞാൻ ഇട്ടതിന് ശേഷം എനിക്ക് മാതാവ് ഒരു സ്വപ്ന ദർശനം കാണിച്ചു തന്നു. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സർജറി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾക്ക് കുഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല, നമ്മൾ ഹിന്ദു ആയത് കാരണം. അങ്ങനെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളും മുട്ടുകുത്തി പ്രാർത്ഥിക്ക്, എന്നാലേ നമുക്ക് കാര്യങ്ങൾ സാധിക്കുള്ളൂ. അദ്ദേഹം പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോ, നിനക്ക് വേണ്ടുന്ന സഹായമെല്ലാം ഞാൻ ചെയ്തു തരാം. മാതാവിൻ്റെ ചിത്രം കൊണ്ട് തന്ന എല്ലാം നല്ല വൃത്തിയിൽ പടം നല്ല ഒട്ടിച്ച് തന്ന് നല്ല പ്രാർത്ഥനയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കൂല. ഞാൻ പറഞ്ഞു, നിങ്ങളെൻ്റെ കൂടെ പ്രാർത്ഥിക്കണം, നിങ്ങളെ മാതാവ് മുട്ടുകുത്തുന്ന ഒരു ദിവസം ഉണ്ടാവുന്നു. അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ ഇട്ടതിന് ശേഷം എനിക്ക് ആ ഫെബ്രുവരി തന്നെ ഞാൻ പക്ഷേ മാതാവിനോടൊരു കാര്യം പറഞ്ഞിരുന്നു, എനിക്ക് ഏപ്രിൽ മതി, കാരണം എൻ്റെ മോൻ ഏപ്രിലാണ് ജനിച്ചത്. അപ്പം എനിക്ക് പീരീഡ്സ് നിൽക്കുന്നത് ഏപ്രിൽ മാസം മതി, എന്നാലേ എനിക്ക് എൻ്റെ മോനെയാണ് എനിക്ക് തിരിച്ചു തരുന്നത് എനിക്ക് സമാധാനിക്കാൻ പറ്റും. അങ്ങനെ ഭർത്താവിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫെബ്രുവരി ആയപ്പം തന്നെ എനിക്കൊരു ചെറിയൊരു ഡേറ്റ് മിസ്സിങ് ആയി. അപ്പോൾ ഭർത്താവിനൊരു സന്തോഷമായി, ഇതിലെന്തോ കാര്യമുണ്ട്, ഇല്ലാണ്ടില്ല എന്ന് മനസ്സിലായി. അന്ന് മുതൽ അദ്ദേഹവും മുട്ടുകുത്താൻ തുടങ്ങി. അങ്ങനെ മുട്ടുകുത്തി എനിക്ക് ദിവസവും ഉറക്കത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ മാതാവ് കാണിച്ചു തരും. എനിക്കൊരു കുഞ്ഞിനെ കൊണ്ട് തന്നെ ഒരു നീ എടുത്തോ. അങ്ങനെ പല സമയത്തായിട്ട് എനിക്കിങ്ങനെ രാത്രികളിൽ ഞാൻ കാണാൻ തുടങ്ങി. എനിക്കൊരു പ്രതീക്ഷ വരാൻ തുടങ്ങി, എനിക്ക് കുട്ടി ഉണ്ടാകും. കാരണം എനിക്ക് 38 വയസ്സേനു. എൻ്റെ മോനുള്ള സമയത്ത് തന്നെ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് കുട്ടിയാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഒരു കുട്ടിയില്ലേ മോളെ, അതിനെ നോക്കിക്കോന്ന്. അപ്പോൾ ആ കുട്ടിയും പോയപ്പോൾ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മനസ്സിലാവും. നമ്മളെ മക്കൾ ഒരു കുറച്ച് നേരം നമ്മളടിക്കൽ നിന്ന് മാറിയിരിക്കുമ്പോൾ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും. അപ്പം എന്നേക്കുമായിട്ട് ഒരു മകൻ പോവുകയെന്ന് പറയുമ്പോൾ നമ്മളെ നടുക്ക് കിടക്കാൻ ഒരാളിൽ എൻ്റെ അവസ്ഥ അത്രയും ദയനീയമായിരുന്നു. കാരണം അവൻ്റെ ഓരോ വസ്തുക്കളും എടുത്തിട്ടാണ് ഞാൻ തുണിയിൽ പൊതിച്ചിട്ടാണ് എൻ്റെ അടുത്ത് ഞാൻ കിടത്തൽ. കാരണം എനിക്ക് അത്ര വിഷമമുണ്ടായിരുന്നു. ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഈശോൻ്റെ ഒരു ശക്തി കൊണ്ട് മാത്രമേ ഞാൻ പറയൂ. കാരണം ഞാനൊരു ഹിന്ദു തന്നെയാണ്, പക്ഷെ എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ദൈവം എനിക്ക് തന്ന കുഞ്ഞാണ്. ദൈവം എൻ്റെ കരച്ചിൽ കണ്ടിട്ട് അന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഏപ്രിലേ വേണ്ടുന്നു. എനിക്ക് ഏപ്രിൽ മാസം 21-ാം തീയതിയാണ് എനിക്ക് ലാസ്റ്റ് പീരീഡ്സായി എൻ്റെ ഡേറ്റ് വന്നത്. അപ്പം അന്ന് മുതൽ എനിക്ക് ആ കുഞ്ഞിനെ ദൈവം അതുപോലെ തന്നെ ആ കുഞ്ഞിനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ എപ്പോൾ മാതാവിനോട് ചോദിക്കും, മാതാവേ എനിക്ക് എൻ്റെ മോനെ തന്നെ തരണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ജീവൻ അങ്ങ് എടുത്തോ, എനിക്ക് ജീവിക്കണം എന്ന് യാതൊരു താല്പര്യമില്ല.
അങ്ങനെ ദിവസവും ഞാൻ ഇവർ വരുന്ന സമയത്തെല്ലാം കൊന്ത ചൊല്ലാനെല്ലാം ഞാൻ പഠിച്ചു. വിശ്വാസ പ്രമാണമെല്ലാം ദിവസവും ഞാൻ 33 പ്രാവശ്യം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. ദിവസവും പ്രാർത്ഥനയാണ്, അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല. ധ്യാനം കേൾക്കലും എല്ലാം തന്നെയാണ്. ഞാൻ വേറെ ഒന്നും എൻ്റെ മോൻ പോയതിന് ശേഷം ഫോൺ ഉപയോഗിക്കലില്ല. കാരണം ഇത് മാത്രമല്ലാണ്ട് ഞാൻ ഒറ്റൊരു കാര്യം ഞാൻ അതിൽ കാണാറില്ല. അച്ഛൻ്റെ ധ്യാനങ്ങൾ. അപ്പം ഫെബ്രുവരി 28 2023 അച്ഛനൊരു ധ്യാനത്തിൽ പറഞ്ഞ് ജനിതക രോഗമുള്ള മാതാപിതാക്കൾക്ക് പിന്നെ ജനിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ സുഖപ്പെടുത്തുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. എന്തായാലും അന്യന്നെയാണ് പറഞ്ഞത്, എനിക്ക് കുട്ടി ജനിക്കും. കാരണം എനിക്ക് 2 വിഷമം ഉണ്ടായിരുന്നു. ജനറ്റിക് ഇഷ്യൂസ് ഉള്ളവർക്ക് പിന്നെയും ജനിക്കുന്ന കുട്ടിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും എന്നൊരു പേടിയുണ്ടായി. പിന്നെ ഇവിടെ പ്രാർത്ഥിച്ച് അതിന് ശേഷം എനിക്കങ്ങനെ പേടിയില്ല. ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് പേടിയില്ല. മറ്റെനിക്ക് എല്ലാത്തിനും ഒരു പേടിയാണ്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എത്തേണ്ട സ്ഥലത്താണ് എത്തിയെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഞാൻ എന്നിട്ട് എൻ്റെ മോൻ്റെ 1 വർഷത്തെ ചടങ്ങിന് വേണ്ടി മെയ് 25 ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. അന്നേരം അറിയില്ല, എനിക്ക് വിശേഷമാണെന്നൊന്നും ഞാൻ അറിയില്ല. പ്രാർത്ഥന മുറ പോലെ നടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ പിറ്റേന്ന് എനിക്കൊരു ക്ഷീണം കണ്ടിട്ട് ഹസ്ബൻഡ് ടെസ്റ്റ് ചെയ്യുന്ന കാർഡ് വാങ്ങിക്കൊണ്ടുവന്നു. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വിശേഷമാണെന്ന് ഞാൻ കണ്ടു. ഞാനങ്ങനെ മാതാവിന് ഈശോനോട് ബാത്റൂമിൽ തന്നെ ഞാൻ പറഞ്ഞു, മാതാവേ ഈശോയെ നന്ദി. കാരണം എന്ന് വെച്ചാൽ ജീവിതം മുമ്പോട്ട് വേണ്ടിക്കൽ എനിക്ക് ഈ കുട്ടി ഇല്ലാണ്ട് എനിക്ക് പറ്റൂല. കാരണം വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. എനിക്ക് എന്തില്ലെങ്കിലും എനിക്ക് കുട്ടി വേണം എന്നുള്ള നിലയാണ്. കാരണം അങ്ങനെ എനിക്ക് ആ കുട്ടി വിശേഷമാണെന്ന് അറിഞ്ഞു. സമാധാനത്തിൽ ഞാൻ നിന്നു. എനിക്ക് എന്നിട്ട് വേറെ കോംപ്ലിക്കേഷനായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. 38 വയസ്സായിന്. ഞാൻ എന്നിട്ട് അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ മോനെ പ്രസവിച്ചതിന് ശേഷമാണ് ഞാൻ വന്നത്. മോന് 3 മാസം ഉള്ളേരം ഞാൻ ജനുവരി 1 ഗിഫ്റ്റായിട്ട് തന്നെയാണ് തന്നത്. ജനുവരി 1 തന്നെയാണ് എനിക്ക് 2024 ജനുവരി 1 എനിക്ക് മോനെ തന്നത്. അങ്ങനെ ഞാൻ 3 മാസം മോനായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഏടിയും കൊണ്ടുപോകില്ല, ആദ്യം മാതാവിൻ്റെ അടുത്ത് ഈശോൻ്റെ അടുത്ത് മോനെ കാണിച്ചിട്ടേ ഞാൻ ഒരു സ്ഥലത്തും കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഞാനിവിടെ വന്നു. ആദ്യം തന്നെ മാതാവിന് ഈശോയ്ക്കും കൊണ്ടുവന്ന് കാണിച്ചു. അന്ന് ഞാൻ ഉടമ്പടി എടുത്തു. പിന്നെ ഇപ്പോൾ ഉടമ്പടി തന്നെയാണ്. ഞാൻ മോൻ 1.5 വയസ്സായി. ഞാൻ 5 തവണ ഇവിടെ വന്നിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ടെന്ന് വെച്ചാൽ ഒരു അനാഥാലയമുണ്ട്, പ്രത്യാശ ഭവൻ എന്ന് പറയുന്നത്. അവിടെ ഞാൻ ഒരു 100 പേരുണ്ട്. അവർക്ക് ഭക്ഷണം ഞാൻ 2 തവണകളായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കഴിയുന്ന അവസ്ഥയിൽ ഞാൻ എങ്ങനെയായാലും കൊടുക്കും എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പം 2 നേരം എൻ്റെ വീട്ടിൽ ഞാൻ ഈ മാതാവിന് ഈശോനുള്ള പ്രാർത്ഥന അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞാൻ 5:30 എണീച്ച് രാവിലെ പ്രാർത്ഥിക്കും, വൈകുന്നേരം കൊന്ത ചൊല്ലും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. വേറെ ഒന്നുമില്ല. എന്നെ ഒരുപാട് ആൾ കളിയാക്കിയിട്ടുണ്ടോ, നിങ്ങൾ മതം മാറിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ആ സാഹചര്യത്തിൽ എന്നെ കൈപിടിച്ചുയർത്തിയത് ഈ ദൈവമാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് നിങ്ങൾ കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം അന്നും ഇന്നും ഞാൻ ഒച്ചത്തിൽ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കല്. ആര് കേട്ടാലും എനിക്ക് ഒരു വിഷയമില്ല. കാരണം ഇന്നിങ്ങനെ നിൽക്കണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. കാരണം മെഡിസിൻ എടുത്തിട്ടാണ് ഞാൻ പോയത്. മെഡിസിൻ എടുത്ത് പോയിട്ട് നോക്കുമ്പോൾ എനിക്കൊന്നും നടന്നിട്ടില്ല. പയ്യൻ ഞാൻ പറഞ്ഞു ഇനി ഞാൻ മെഡിസിൻ കുടിക്കൂല. ഡോക്ടർ ബസ് പറഞ്ഞ് വീട്ടിൽ നിന്ന് കുടുംബക്കാരാണ് കൊടുത്തയക്കൽ. ഡോക്ടർ പറഞ്ഞു ഇനി നാട്ടിൽ വരാൻ പറ. ഞാൻ പറഞ്ഞു നാട്ടിൽ വന്നാൽ ഇനി IVF ആയിരിക്കും. ഒരിക്കലും ഞാൻ IVF ചെയ്യൂല. കാരണം ഞാൻ നോർമലായിട്ട് ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചിന്. അതുകൊണ്ട് ഇനി എനിക്ക് IVF ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ മരണം തന്നെ ഉറപ്പ്. അത് ഭർത്താവിനോട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ വേറെ ഒന്നും ചെയ്യില്ല. ആകെ ഒറ്റൊരു കാര്യം, ഈ കാര്യം നടന്നില്ലേ മരണം, വേറെ ഒന്നുമില്ല. കാരണം ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് എൻ്റെ മാതാവ് ഈശോൻ കൈപിടിച്ചുയർത്തിയത്. ഞാനിപ്പോഴും എല്ലാവരോടും പറയലുണ്ട്, എനിക്ക് ആകെ എൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയത് ഞാൻ ഈ മാതാവിൽ ഈശോയിലും വിശ്വസിച്ചതിന് ശേഷം. കാരണം എൻ്റെ മോൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചിന്. ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അവിടെ 6 വരെ ഓൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഫാദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോൻ സർജറിക്ക് അഡ്മിറ്റായ ദിവസം ഓന് ധമനി പൊട്ടിയിട്ടാണ് മരണപ്പെട്ടത്. അപ്പോൾ ഫാദർ എന്നോട് പറഞ്ഞു നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ചത്, അന്നത്തെ മനസ്സിൽ ഞാൻ വിചാരിച്ചത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്നാ വേണ്ട അതിലും വലിയ ഡോക്ടറെ അടുത്തല്ലേ എത്തിയിട്ടുള്ളതെന്ന് അന്ന് വിചാരിച്ചോളാം ഞാൻ. പക്ഷേങ്കിൽ ഞാൻ ഇപ്പം വിശ്വസിക്കുന്നത് അന്നേ ദൈവം എന്നെ കൈ തൊട്ടിന്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോൻ സർജറിക്ക് പോകുന്ന ദിവസം ഒരു 11 വയസ്സുള്ള കുട്ടി ഒരിക്കലും കുട്ടി കരഞ്ഞിട്ടല്ലാണ്ട് പോവില്ല. ആ കുട്ടി എന്നോട് ചോദിച്ച ചോദ്യം, അമ്മ ആരല്ല പുറത്തുള്ളത് എന്നാ എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞ എല്ലാവരും ഉണ്ട് മോനെ. ആ സർജറിക്ക് പോകുന്ന കുട്ടി ഈ തമ്പ് വിരൽ പൊന്തിച്ചിട്ടാണ് എന്നോട് പറയുന്നത് അമ്മ ധൈര്യമായിരിക്കണം എന്ന്. അപ്പം ഞാൻ അന്ന് മുതൽ വിശ്വസിച്ച് അവരെ പ്രാർത്ഥനയിൽ എൻ്റെ മോൻ്റെ കാര്യം ദൈവം കേട്ടിനെന്ന്.
അതിപ്പം എനിക്ക് മനസ്സിലാകുന്ന കേട്ടോ. അന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ വരുത്തൂല്ല. എനിക്ക് മാതാവിനൊന്നും അറിയേയില്ല. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. യേശു അപ്പനെ കേട്ടിട്ടുണ്ട്, പക്ഷെ മാതാവിനെ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇത്രയും തന്നെ എൻ്റെ മോനെ തന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈശോപ്പനും മാതാവിനും. മോൻ്റെ പേര്, ആദ്യത്തെ മോൻ്റെ പേര് റിൻഷിൻ എന്നാണ്, ഇപ്പോഴത്തെ മോൻ്റെ പേര് ഋഷിൻ. മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. 2 കൊരിന്തോസ് 6 അധ്യായം 2 തിരുവചനം. സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷ.